12 വർഷങ്ങൾക്ക് മുൻപ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാധാ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കൃഷ്ണദാസ്. ഇന്ന് അയാളുടെ മൂത്ത മകൻ അമേരിക്കയിൽ MBA പഠിക്കുന്നു. ഇളയ കുട്ടികൾ ഊട്ടിയിൽ. ബോംബെയിൽ ഭാര്യയുടെ പേരിൽ 5 സ്റ്റാർ ബ്യൂട്ടി പാർലർ. സഹോദരന്റെ പേരിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമ്പാദിച്ചവയാണ് ഇവയെങ്കിൽ പേടിക്കണ്ട. ഇല്ലെങ്കിൽ പേടിക്കണം. നാളെ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ വിജിലൻസിനെ കണി കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിന് വരിക. ഗുഡ് നൈറ്റ്. ഈ 20 MLA-മാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, അങ്ങക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം വരാനുള്ള ഇടയുണ്ടാക്കരുത്. ഇല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഏതെങ്കിലും കാരണത്താൽ ഈ മന്ത്രിസഭ താഴെ വീണാൽ, അല്ലെങ്കിൽ നമ്മൾ വീഴ്ത്തിയാൽ, അടുത്ത ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ ഒരു പുതിയ മന്ത്രിസഭ ഞാൻ ഉണ്ടാക്കും. നിങ്ങൾക്കെല്ലാം അർഹമായ സ്ഥാനങ്ങളും തരും. എന്താ? ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ജയൻ സാർ വന്നിട്ടുണ്ട്. ജയനോ? എവിടെ? നീ എന്താ ഇവിടെ? ഇതാരാ? ഇതെന്റെ സുഹൃത്താ. നമുക്ക് സൗകര്യമായിട്ടൊരു സ്ഥലത്തേക്ക് മാറാം. പറയൂ, നിങ്ങൾ ആരാ? എന്താ പ്രശ്നം? എന്റെ പേര് ചന്ദ്രൻ. ഗറില്ല ചന്ദ്രൻ. അത് ശത്രുക്കൾ വിളിക്കുന്നതാ. സാർ എന്നെ അറിയില്ല. ഞാൻ നിങ്ങളുടെ ഒരു പഴയ തൊഴിലാളിയാ. വലിയ തമ്പുരാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തില്ലേ തെക്കൻ കുറുപ്പ് പ്ലാന്റേഷൻ? ഓ, അവിടുന്ന് വരികയാണല്ലേ. എസ്റ്റേറ്റിൽ ഇപ്പൊ സമരമല്ലേ? അതെ സാർ, 6 മാസമായി. ഞാനാണ് യൂണിയൻ നേതാവ്. പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം എല്ലാം കുഴപ്പമായി. കുറെ പേരെ പിരിച്ചുവിട്ടു, ബാക്കിയുള്ളവരുടെ കൂലി വെട്ടിക്കുറച്ചു. 6 മാസമായി തൊഴിലാളികൾ പട്ടിണിയിലാണ്. മുഖ്യമന്ത്രിയല്ലേ ഉടമസ്ഥൻ. പോലീസും ലേബർ കോടതിയും ഞങ്ങൾക്കെതിരാണ്. നാളെ രാത്രി മുഖ്യമന്ത്രിയും രാജശേഖരനും കൂടി തോട്ടത്തിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വരവ് പരമരഹസ്യമായിരിക്കും. പോലീസ് എസ്കോട്ട് പോലും ഇല്ലാതെയാണ് വരുന്നത്. എനിക്ക് കുറെ പണം ഓഫർ ചെയ്ത് തൊഴിലാളികളെ പറ്റിക്കാനാണ് അവരുടെ പരിപാടി. ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും രാജശേഖരനെയും ഞങ്ങൾ ഘെരാവോ ചെയ്യും. അല്പം ബലം പ്രയോഗിച്ചാണെങ്കിൽ കൂടി തൊഴിലാളികൾക്ക് അനുകൂലമായ ശമ്പള കരാർ മുഖ്യനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനാണ് പരിപാടി. ആ എഗ്രിമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റും മുഖ്യൻ ഒപ്പിടുന്ന ഫോട്ടോയും പത്രത്തിൽ കൊടുക്കും. പത്രത്തിന്റെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതുവരെ ഘെരാവോ തുടരും. സന്ധ്യയാവുമ്പോഴേ തോട്ടത്തിലെ ടെലിഫോൺ ലൈനുകൾ ഞങ്ങൾ കട്ട് ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ പോലീസ് ഇതറിയാനിടയായാൽ എല്ലാം തകരും. ഇവിടുന്ന് ഒരു ഉപകാരം ചെയ്താൽ മതി. ഒരു കാരണവശാലും പോലീസിനെ അയക്കരുത്. ബാക്കിയൊക്കെ ഞങ്ങളേറ്റു. ഇത് അസൽ ഗറില്ല യുദ്ധം പറയാണല്ലോ. ഇയാളുമല്ല ക്യൂബയിലോ വിയറ്റ്നാമിലോ ജനിക്കേണ്ടതായിരുന്നു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സാറിന് നല്ലൊരു പ്രതിഫലവും തരും. വേണ്ട, പ്രതിഫലം വേണ്ട. പറഞ്ഞതുപോലെ ചെയ്യാം ജയന് വേണ്ടി. അതല്ല സാർ, പ്രതിഫലം എന്താന്ന് കേട്ടാൽ സാർ വേണ്ടെന്ന് പറയില്ല. സാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA. സാറുമായി വലിയ ടച്ചുള്ള ആളല്ല, അദ്ദേഹം ഞങ്ങളുടെ ആളാ. എന്താവശ്യം വന്നാലും അദ്ദേഹം സാറിന്റെ കൂടെ നിൽക്കും. ഞാൻ ഉറപ്പ് തരാം. ആളിന്റെ പേരിപ്പോൾ പറയില്ല, സമയം വരുമ്പോൾ പറയാം.
സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ വിൻസെന്റ് അല്ലേ? ഞാൻ ഹോം മിനിസ്റ്റർ മഹേന്ദ്ര വർമ്മയാണ്. ഇപ്പോൾ സമയം എത്രയായി? 7 മണി സാർ. ഇന്ന് രാത്രി തന്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റുകളിൽ ചില തൊഴിൽ കുഴപ്പങ്ങളുണ്ടാവും. പല ഉന്നതന്മാരും സഹായത്തിന് വിളിക്കും, ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും. നേരം വെളുത്ത് 6 മണി കഴിയുന്നവരെ താനോ തന്റെ പോലീസുകാരോ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഈ ഓർഡർ ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അറിയാം സാർ. സസ്പെൻഷൻ. നോ, ഡിസ്മിസൽ. എന്തിനായി തൊഴിലാളികളെല്ലാം വിളിച്ചു വരുത്തിയത്? നമ്മൾ രഹസ്യ സംഭാഷണം എന്നല്ലേ പറഞ്ഞത്? ക്ഷമിക്കണം സാർ, ആ വാർത്ത എങ്ങനെയോ ചോർന്നു പോയി. ആ വരും. Circle Inspector Mr. Osman, this is from Home Minister's residence. Yeah, good evening. Please hold the line. Minister wants you. ഞാനാ മഹേന്ദ്ര വർമ്മ. തെക്കുംകൂർ പ്ലാന്റേഷനിൽ എന്തോ തൊഴിൽ കുഴപ്പം നടക്കുന്നുണ്ട്. നിങ്ങളുടെ സർക്കിളിൽപ്പെട്ട ഒരൊറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരൊറ്റ പോലീസുകാരൻ പോലും അതിൽ ഇടപെടരുത്. എല്ലാ സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞേക്കൂ. വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? ഞങ്ങളെ അങ്ങനെ പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. അറിയാം, ഇത്തിരി പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ എഗ്രിമെന്റ് എടുക്കണം. രാജേശ്വര, പോലീസിനെ വിളിക്കേ. ഹലോ. അങ്ങനെ അങ്ങ് പോകരുത് സാറേ. ഞങ്ങളുടെ അരിപ്രശ്നം തീർത്തിട്ട് പോയാ മതി. സാർ അതോടെ എന്നാട്ടെ. സാറേ, ഒന്ന് വേഗം വേണം, സമയം പോകുന്നു. എല്ലാവരും ഒന്ന് മാറിയുമേ, സാർ ഒപ്പിടാൻ പോകുന്നു. ഒന്ന് മാറിയിക്കണം, സാറിന് വേർക്കുന്നു. സാറെ പ്ലീസ് ഒരു മിനിറ്റ് നിൽക്കണേ. എവിടെയാ ഫോട്ടോഗ്രാഫർ? ഞാൻ വരുന്നു സാർ. ആ, എടുത്തു. ആ, ഇനി ഒപ്പിട്ടോ സാർ. തെക്കുംകൂർ പ്ലാന്റേഷനിലെ തൊഴിൽ കുഴപ്പം തീർന്നു. മുഖ്യമന്ത്രിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. പരിഷ്കരിച്ച ശമ്പള നിരക്കുകളുടെ കരാർ മുഖ്യമന്ത്രി ഒപ്പുവെക്കുന്നു. സമീപത്ത് യൂണിയൻ നേതാവ് ഗർല ചന്ദ്രൻ. തൃപ്തിയായോടാ നിനക്ക്? അയ്യോ സാർ, ഇതെന്തു പറ്റി? ആകെ വല്ലാതിരിക്കുന്നല്ലോ. അഭിനയം വേണ്ട. ആ കൊച്ചനെ, എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നു. നീയും നിന്റെ തന്തത്തമ്പുരാനും ശരിയായ MS നായരെ കണ്ടിട്ടില്ല. എടാ, കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായോടാ ഞാൻ. നീ കളിച്ചതിനേക്കാൾ വൃത്തികെട്ട കളി കളിക്കാൻ എനിക്കറിയാം. ഇന്ന് ഈ നിമിഷം രാജിക്കത്ത് എഴുതി എനിക്ക് നീ തന്നാൽ മാന്യമായി നിനക്ക് പിരിയാം. ഒരു പ്രതികാരവും ഞാൻ ചെയ്യില്ല. ആ നശിച്ച തോട്ടവും തിരികെ തന്നേക്കാം. സ്വയം രാജിവെച്ച് ഒഴിയുന്നില്ലെങ്കിൽ നിന്നെ ഇന്ന് തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. എന്നെ വെള്ളത്തിലിറക്കിയിട്ട് ഈ വഞ്ചി തുഴയാമെന്ന് സാർ വ്യാമോഹിക്കണ്ട. ഈ വള്ളം ഞാൻ മുക്കും. 20 MLA മാർ എന്റെ കയ്യിലാണ്. സോറി, 21 ഭരണകക്ഷി MLA മാർ എന്റെ കയ്യിലാണ്. എന്നെ തൊട്ടാൽ നാളെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വരും.
ഈ വള്ളം മുങ്ങും. പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ ഞാൻ വേറെ വള്ളം ഇറക്കും. ഞാനായിരിക്കും അതിന്റെ അമരക്കാരൻ. ഞാൻ മുഖ്യമന്ത്രിയായാൽ പിന്നെ നിങ്ങളുടെയൊക്കെ അന്ത്യമായിരിക്കും. എനിക്ക് മേല് കീഴ് നോക്കാനില്ല. നിങ്ങൾ കവലച്ചട്ടമ്പയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതിനേക്കാൾ തല്ലിപ്പൊളിയാണ്. പങ്കായി എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അലവിലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ. 10 ദിവസമേ ചിലപ്പോ എനിക്ക് ഭരിക്കാൻ കിട്ടൂ. 10 എങ്കിൽ 10. നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കുളം തോണ്ടിയിട്ട് ഞാൻ പോവും. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാ മതി. വരട്ടാതടാ, നീ കളി അറിയാവുന്നവനാണ്. തല്ലിയാൽ തിരിച്ചു തല്ലുന്നവനെ തല്ലാനാണ് എനിക്കിഷ്ടം. താരാം. നമ്മുടെ ബാബുവിനെ കാണുന്നില്ല. അവൻ എന്ത് പറ്റി? ഞാൻ അവനെ കുറച്ച് രൂപ എടുക്കാൻ ബാങ്ക് വിട്ടതാ. ഈവനിങ് കൗണ്ടറിൽ ഇതുവരെ എത്തിയില്ല. പേടിച്ചു പോയല്ലോ. അവനിങ്ങി വരും. അങ്ങനെയല്ലടാ, അവൻ പോയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞു. അവൻ ഇങ്ങനെ താമസിക്കാറുള്ളതല്ല. തന്നെയുമല്ല, ദാ ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. കാവലിരുന്ന പോലീസുകാരെ കാണുന്നില്ല, ഡ്രൈവർമാരെ കാണുന്നില്ല, അടുക്കളക്കാരെയും കാണുന്നില്ല. ഈ വീട്ടിലാകെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി, ഐജിയെ വിളിക്കൂ. ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. റോങ് നമ്പർ ആയിരിക്കും. കട്ട് ചെയ്ത് ഒന്നുകൂടെ വിളിക്കൂ. ഹലോ ഹലോ, ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ആ പേഴ്സണൽ ഫോൺ എടുക്കൂ. ഹലോ ഹലോ, ജയന. എന്താ ചെയ്യാ? മഹി, നിനക്കെന്തോ കുഴപ്പം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ബാബുവിനെ ആരോ ചിലർ ബലമായി കാറിൽ കയറ്റിക്കൊണ്ട്. എപ്പോ? 2 മണിക്കൂർ മുമ്പ് എന്റെ ആളുകൾ കണ്ടതാണ്. കഴിയുന്നതും വേഗം അവിടുന്ന് നീ രക്ഷപ്പെടണം. ആരോ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് നമുക്ക്. ഹലോ 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 ഹലോ. ഇതും കട്ടായി. ആരോ കട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ. നമ്മുടെ സർവ്വ സാധനങ്ങൾ പാക്ക് ചെയ്യും. മഹിയും ലക്ഷ്മിയും വന്നാലുടൻ അവരെയും കൂട്ടി നമുക്ക് സ്ഥലം വിടണം. ബാബുവിനെ ഏർപ്പിടിച്ച സ്ഥിതിക്ക് ഈ സ്ഥലവും അവരറിഞ്ഞാണ്. നമ്മളിനി എങ്ങോട്ട് പോകും? ചന്ദ്രന്റെ അടുത്തേക്ക്. ജയൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? പേടിക്കണ്ട. മഹിയും ലക്ഷ്മിയാണ്. താഴെ പോയി കൂട്ടിയിട്ട് വരും.